ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷല്ല ഇത്. പക്ഷേ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ സിന്നമൺ റോൾസ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഓവൻ ഇല്ലാത്തവർക്കും ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നല്ല ടേസ്റ്റിയും അതുപോലെ കാണാൻ ഭംഗിയൊക്കെയുള്ള ഈ സിന്നമൺ റോൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ സിന്നമൺ റോൾ ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അല്പസമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആക്ടിവേറ്റ് ആകാൻ വേണ്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ സിന്നമൺ റോൾസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു വലിയ മുട്ടയാണ് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയും ആ ബട്ടറും ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 2 നുള്ള് ഉപ്പ് കൂടി ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്കിത് കുഴയ്ക്കുമ്പോൾ വെള്ളമയം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം 1-2 ടീസ്പൂൺ ഇളം ചൂട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് ഒരു 3-4 മിനിറ്റ് നല്ല സോഫ്റ്റ് മാവായി കിട്ടുന്നത് വരെ ഇത് നമുക്കൊന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ അടച്ച് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് ഈ മാവ് അതിൻ്റെ ഇരട്ടി വലുപ്പത്തിലൊന്നായി കിട്ടും. ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ കൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് നമുക്ക് 1 മണിക്കൂറത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള സിന്നമൺ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ബ്രൗൺ കളറിലെ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ, അതായത് നമ്മുടെ കറുവ പൊടിച്ചതൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഈ ബ്രൗൺ കളറിലെ ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാരയാണേലും എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് എന്നിട്ട് കറുവപ്പട്ട പൊടിച്ചത് നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി അതിൻ്റെ ഇരട്ടി വലുപ്പത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കവറൊന്ന് മാറ്റിയതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ വർക്കിംഗ് സർഫസിലേക്ക് ഒരല്പം പൊടിയൊന്ന് മൈദ ഒന്ന് വിതറിയതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്കൊന്ന് വെച്ച് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഒരു ദീർഘചതുരാകൃതിയിൽ ഇതൊന്ന് റോൾ ഔട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ദീർഘചതുരാകൃതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബട്ടർ ഇതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ സിന്നമണിൻ്റെയും പഞ്ചസാരയും കൂടെ ആ മിക്സ് ഇതിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളറിലെ ഷുഗർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാരണ പഞ്ചസാരയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്യണം.
ഇപ്പോൾ ഞാനിതിലേക്ക് ഷുഗറിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുകയാണ് ഈ റോളർ വെച്ച് തന്നെ. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്കിത് ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഒരേ വലിപ്പത്തിലുള്ള ഈക്വൽ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് ഏകദേശം ഒരേ വലിപ്പമുള്ള ഒരു 11 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു വലിയ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലേത്. നിങ്ങൾക്ക് സ്ക്വയറോ ഏതാണെന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കേക്ക് ട്രേ എടുക്കുക. അതിലേക്ക് ഒരു ബേക്കിംഗ് ട്രേ കേട്ടോ, കേക്ക് ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ റോളുകൾ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലാണേലും ഒക്കെ ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഈ കേക്ക് ട്രേയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും തമ്മിൽ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം വെക്കാൻ കേട്ടോ. ഇത് നമ്മളൊരു അരമണിക്കൂർ കൂടി ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇത് കുറച്ചുകൂടി വലുതാകും. അപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കുക. ഇത് നമുക്കിനിയും കവർ ചെയ്ത് ഒരു അരമണിക്കൂർ, ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ആ റോളുകളെല്ലാം കുറച്ചുകൂടി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇത് കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ എല്ലാം തമ്മിലങ്ങ് വല്ലാതെ ഒട്ടിപ്പിടിച്ചു പോകും അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഒന്ന് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളിപ്പം ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം ഇത് വയ്ക്കാൻ. ഞാനിന്നിപ്പോൾ സ്റ്റൗ ടോപ്പിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വയർ സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മുതൽ 22 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സിന്നമൺ റോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റോളം വേണ്ടി വന്നു കേട്ടോ. ഈ മുകൾ ഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളകത്ത് പഞ്ചസാരയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ലൊരു മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഷുഗർ ഗ്ലേസ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഷുഗർ ഗ്ലേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ടീസ്പൂണോളം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണിത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേൻ ഓപ്ഷണലാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം പാല് ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള സിന്നമൺ റോൾസിലേക്ക് ഇങ്ങനെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാനാണ്, ഇങ്ങനെ ഇറ്റിറ്റ് ഒഴിച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആ ഒരു പരുവത്തിനാകണം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പാല് മതിയാവും. അത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടീസ്പൂണോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഗ്ലേസിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റ് ചെയ്ത് അതാണേലും ചേർത്ത് കൊടുക്കാം. ഫോറിൻ കൺട്രികളിലൊക്കെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പക്ഷേ എല്ലാവർക്കും ഒന്നും ക്രീം ചീസ് ഒന്നും കാണാൻ നാട്ടിലൊന്നും അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പം ഇതുപോലെയുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്, ഈ ഒരു കോട്ടിംഗ് ആണെങ്കിലും നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിനെയും നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ സിന്നമൺ റോൾസിൻ്റെ മുകളിലേക്കൊന്ന്
ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോളുകളിലേക്കെല്ലാം ഞാൻ ആ ഷുഗർ കോട്ടിംഗ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ഈ പാനിൽ നിന്ന് പുറത്തേക്കൊന്ന് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ സിനമൺ റോൾസ് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. പിന്നെയും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ലൊരു ഡിഷാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.